ഹായ് നമസ്കാരം. എന്താണ് സന്തോഷം, അല്ലെങ്കിൽ എന്തിനാണ് സന്തോഷത്തിന് നിബന്ധനകൾ? ഈ സന്തോഷത്തിന് നിബന്ധനകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ? എന്താണ് സന്തോഷം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഇമോഷൻ എന്താണോ അതാണ് സന്തോഷം. അത്രയേ ഉള്ളൂ ഈ സന്തോഷത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അതിന് ചിലപ്പോൾ നമുക്കൊരു പക്ഷെ പല കാര്യങ്ങളും, ചിലപ്പോൾ നമുക്കൊരു സിനിമയ്ക്ക് പോകേണ്ടി വരും, ചിലപ്പോൾ നമുക്കൊരു നല്ല കൂടുതൽ പണം സമ്പാദിക്കേണ്ടി വരും, അതും അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രിപ്പ് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു ഇമോഷൻ വരും. ഇത് തന്നെയാണ് സന്തോഷം എന്ന് പറയുന്നത്. അത് ചിലർക്ക് ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ചിലർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചുമ്മാ അവരിൽ തന്നെ അവർക്ക് സന്തോഷം കണ്ടെത്താനും, ഒരു നല്ല ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ സന്തോഷം വരുന്നവരുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ അവർക്ക് അവരുടെ ലോകത്തിൽ ഒതുങ്ങിയിരിക്കുമ്പോഴും സന്തോഷം വരുന്നവരുണ്ട്. പക്ഷെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അത് വളരെ ലക്കി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും അല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് വളരെ എന്താ പറയുക, അത് ഏറ്റവും വലിയ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ആ ലെവലിലേക്ക് എത്താനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതും. പക്ഷേ ഇനി ഞാൻ ഈ പറയുന്നത് ആ ഒരു ലെവലിലേക്കൊന്നും എത്താൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട്. അവർക്ക് എന്നും സന്തോഷിക്കുന്നതിന് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് സന്തോഷത്തിന് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു, നമുക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ തോന്നുന്ന ആ ഒരു ഇമോഷനാണ്. ആ ഇമോഷൻ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിലേക്ക് ഇനി മുന്നോട്ട് ജീവിച്ചേ പറ്റൂ എന്ന് വരുമ്പോൾ അവർ പല വഴികളും ചിലപ്പോൾ സന്തോഷത്തിനായിട്ട് കണ്ടെത്തും. ഞാനിങ്ങനെ പറയാൻ കാരണം, ഇപ്പൊ ഞാനൊരു വീഡിയോയിൽ ഒരിക്കൽ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടായിരിക്കും. ഒരു ലേഡി, അവരുടെ മകള് മരിച്ച് വരും ദിവസങ്ങൾ എപ്പോഴോ അവർ സിനിമയ്ക്ക് പോയപ്പോൾ അവരെ റിലേറ്റീവോ ഫ്രണ്ട്സ് ആരോ അവരെ കുറ്റപ്പെടുത്തി എന്നുള്ളത്. അതിലവർ പറയുന്നുണ്ട് സ്വയം ഭ്രാന്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മൂവിക്ക് പോയി എന്നുള്ളത്. അവിടെ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താനുള്ള അവകാശം ഉള്ളത്? സന്തോഷം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അത് അവകാശപ്പെട്ട, ദൈവം ഒരുപോലെ കൊടുത്തിട്ടുള്ള അവകാശമാണ് സന്തോഷിക്കുക എന്നുള്ളത്. അവിടെ നമുക്കൊരാളെ കുറ്റപ്പെടുത്താനോ അവരെ ബ്ലെയിം ചെയ്യാനോ നമുക്കൊരു അർഹതയില്ല. നമ്മൾ ആരാണ് ഒരാളുടെ സന്തോഷം തകർക്കാൻ? നമ്മൾ ആരാണ്? ഇനി നമ്മളെ മാനസികമായോ നമ്മളെ ശാരീരികമായോ നമ്മൾ സാമ്പത്തികമായോ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഒരാൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അതല്ല, ഒരാള് അവരുടെ ലിമിറ്റിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ തന്നെ റിസ്കിൽ നിന്നുകൊണ്ട് സന്തോഷിക്കുമ്പോൾ അവിടെ നമുക്ക് ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ അവകാശമില്ല. ഇപ്പൊ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദനയോളം വരുമോ ആ ചോദ്യം ചെയ്ത ആളുടെ വേദന? അവർക്ക് അവരുടെ മകളെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലേ? അപ്പൊ അവരുടെ മകളെ നഷ്ടപ്പെട്ട വേദനയിൽ അവർക്ക് സ്വയം ഭ്രാന്താതിരിക്കാൻ, അവർക്ക് മുന്നോട്ടേക്ക് ജീവിക്കണം എന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ താൽക്കാലികമായിട്ടെങ്കിലും മനസ്സിനെ ഒന്ന് ചിലപ്പോൾ ഒരു സമാധാനത്തിലേക്ക് എത്തിക്കാം എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ വ്യക്തി എൻജോയ് ചെയ്തിട്ടായിരിക്കും ആ മൂവി കണ്ടിട്ടുണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ എങ്കിലും അവർക്കൊരു ഹോപ്പാണ്, കുറച്ച് സമയമെങ്കിലും മനസ്സിനെ വേറൊരു വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അവിടെ നമ്മൾക്കൊരാൾക്കും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അർഹതയില്ല. ഇനി അത്തരം അവസ്ഥകളിലൂടെ പോകുന്നവര് പലർക്കും അത് വിഷമാണ്. അതാണ് പറയുന്നത്, നിബന്ധനകൾ നിശ്ചയിക്കപ്പെട്ടു. ഭർത്താവ് മരിച്ചോ, ഇനി ഇങ്ങനെയൊക്കെ ജീവിതം പാടുള്ളൂ, അല്ലെങ്കിൽ മരണം സംഭവിച്ചോ, പിന്നെ ഇത്ര വർഷത്തേക്ക് എന്നൊക്കെ പറയും. ചിലർക്ക് ഇത്ര വർഷത്തേക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ ആ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ വേദന ഇല്ലേ, അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിൽ നിന്ന് പോവോ? അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള പല നിയമങ്ങളാണ് പലർക്കും ഡിപ്രഷനിലേക്കും പലരും ആത്മഹത്യകളിലേക്കും ഒക്കെ എത്തിക്കുന്നത്. അവരവർക്ക് എന്തെങ്കിലും രീതിയിൽ അവരവരുടെ സമാധാനം സന്തോഷം കണ്ടെത്തുന്ന വഴികളിൽ തേടി പോകുമ്പോൾ നമ്മളൊരു ഒളിക്യാമറ വെച്ചിട്ട് അതിന്റെ പിറകെ പോവാതിരിക്കുക. അവർക്ക് തെറ്റ് ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കാൻ ദൈവം ഉണ്ട്. അതിന് കൃത്യമായിട്ട് അതിനുള്ള ശിക്ഷ കൊടുക്കാനും എല്ലാം ദൈവം മുകളിലിരുന്നിട്ട് എല്ലാം കാണുന്നു കേൾക്കുന്നുണ്ട്. നമ്മൾക്ക് അതിന്റെ യാതൊരു ഡ്യൂട്ടിയും ദൈവം തന്നിട്ടില്ല. നമുക്ക് അതിന്റെ പിറകെ പോയി അന്വേഷിക്കാനുള്ള ഒരു ഡ്യൂട്ടിയും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാൾ ഹാപ്പിയാണെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ട് വരാണ്ട് പലർക്കും ഉണ്ട്. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ ഉള്ളിൽ അതിനെ അസൂയ എന്നൊക്കെ പറയും. പക്ഷെ ചിലർക്ക് അസൂയനേക്കാളും മുകളിലേക്കായിരിക്കും ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിലേക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. എനിക്കല്ലേ അറിയുള്ളൂ. ഇപ്പൊ എൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കേ അറിയുള്ളൂ. ഇപ്പൊ ഞാൻ വിശ്വസിക്കാം, അപ്പൊ എൻ്റെ ശത്രുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാള് സക്സസ് ആയി അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ ഇമോഷൻ എന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്തുക. ആ സ്വയം കണ്ടെത്തിയിട്ട് അവര് എത്രത്തോളം സക്സസ് ആകുമ്പോഴും അവരെ ബ്ലെസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആ ബ്ലെസ്സിങ്സ് അവർക്ക് നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. അതിനത്ര ഈസി ഒന്നല്ല, എങ്കിലും ചെറിയ ചെറിയ പ്രാക്ടീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും,
മെല്ലെ മെല്ലെ ആ ലെവലിലേക്കൊക്കെ എത്താനായിട്ട് പറ്റും. പിന്നെ മനസ്സിലെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് ചാടിക്കൊണ്ടിരിക്കും. എങ്കിൽ എങ്ങനെ ചാടിയാലും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്കൊരു ഹാപ്പിനെസ് എൻജോയ് ചെയ്യാം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിലോ നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഒരു കംപ്ലീറ്റ് അൺകണ്ടീഷണൽ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് നമുക്ക് ഉണ്ടാവില്ല. കാരണം മറ്റുള്ളവർ സക്സസ് നേടുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുശുമ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുക? അപ്പം നമ്മളെപ്പോഴും അവരുടെ പിറകെ ആയിരിക്കും. അവരിൽ എന്തൊക്കെയാണ് അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നറിയോ ഓരോരുത്തർക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തിനാണ് ആ ലെവലിലേക്കൊക്കെ പോകേണ്ടത്? നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് ആ ഹാപ്പിനെസ്സിൽ ഇരിക്കാനായിട്ട് പറ്റുക. ഇനി ഇത്തരം നിങ്ങൾ പേടിച്ചിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നെവർ മൈൻഡ് ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷം കിട്ടുക, നിങ്ങൾക്കിപ്പോൾ ഒന്ന് പുറത്ത് പോയി ഒരു മൂവി കണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുമോ? നിങ്ങളത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഹാപ്പിനെസ്, അത് നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുക എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹാപ്പിനെസ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. നമ്മൾ ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക, നമ്മളുടെ ഈ തീരുമാനം കൊണ്ട് മറ്റൊരാൾക്കും ഒരു ദോഷം ഉണ്ടാവരുത് എന്നുള്ള തീരുമാനം മാത്രമായിരിക്കുക. കാരണം നമ്മൾ ഒരാളെ സന്തോഷം കെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാളുടെ സന്തോഷം കെടുത്തിക്കൊണ്ട് നമ്മൾ സന്തോഷങ്ങളുടെ വഴിയിലേക്ക് നമുക്കും പോകാനും യാതൊരു അർഹതയില്ല. കാരണം ഒരാൾക്ക്, അതായത് നമ്മൾ ഭൂമിയിൽ ഒരാൾക്കും ഒരു വ്യക്തിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ സന്തോഷത്തെ ഇല്ലാണ്ടാക്കാനോ കുറ്റപ്പെടുത്താനുള്ള അവകാശം ആർക്കും കൊടുത്തിട്ടില്ല. അവനവന്റെ സന്തോഷം അവനവനെ അറിയുള്ളൂ എന്താന്നുള്ളത്. അത് ന്യായമായ വഴിയിലൂടെ പോകുമ്പോൾ ദൈവവും അതിന് നമുക്ക് കൂട്ടായിട്ട് വരും. അപ്പം നമുക്ക് വേറൊരാളുടെ കൂട്ടിന്റെയും ആവശ്യം പോലും വരില്ല. അപ്പൊ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.